നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, കടലാമയുടെ കുഞ്ഞുങ്ങൾ കടലിലേക്ക് കഷ്ടപ്പെട്ട് ഓടുമ്പോൾ ചിലപ്പോൾ പക്ഷികൾ അവയെ പിടിച്ചു തിന്നും. അപ്പോൾ നമ്മൾക്ക് തോന്നും അവരെ എടുത്ത് നമ്മൾ തന്നെ വെള്ളത്തിലേക്ക് വിട്ടാൽ പോരെ എന്ന്. പക്ഷേ അതാണ് ചെയ്യാൻ പാടില്ലാത്തത്. അതിനാലാണ് പല രാജ്യങ്ങളിലും കടലാമ കുഞ്ഞുങ്ങളെ കൈകൊണ്ടെടുത്ത് വെള്ളത്തിലാക്കുന്നത് കുറ്റമാകുന്നത്. കാരണം ഇതാണ്, കടലാമയുടെ അമ്മ മുട്ടയിടുന്നത് മണലിലാണ്. അവിടെ ശരിയായ ഓക്സിജനും ടെമ്പറേച്ചറും ലഭിക്കും. മുട്ട വിരിഞ്ഞ ശേഷം കുഞ്ഞുങ്ങൾ മണലിലൂടെ മണിക്കൂറുകൾ ഓടിയാണ് കടലിലേക്ക് പോകുന്നത്. ഈ യാത്രയിൽ പലരും മരിക്കും. അത് നാച്ചുറിന്റെ ഭാഗമാണ്. പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ ഒരു അത്യന്തം ഇമ്പോർട്ടന്റ് ആയ കാര്യം സംഭവിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൽ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും നാച്ചുറൽ ലൈറ്റും സംബന്ധിച്ച ഇൻഫോർമേഷൻ സ്റ്റോർ ആകുന്നു. ഇതാണ് അവയുടെ നാച്ചുറൽ GPS. വർഷങ്ങൾക്ക് ശേഷം അവ വീണ്ടും മുട്ടയിടാൻ തയ്യാറാകുമ്പോൾ ഈ ഓർമ്മയുടെ സഹായത്തോടെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം തിരിച്ചു താങ്കൾ ജനിച്ച അതേ സ്ഥലത്തേക്ക് വരും. പക്ഷേ നാം അവയെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നേരെ എടുത്തു വെള്ളത്തിലേക്ക് വിട്ടാൽ ഈ മെമ്മറി ഡെവലപ്പ് ആകില്ല. GPS തെറ്റും. അപ്പോൾ അവ തെറ്റായ സ്ഥലത്ത് മുട്ടയിടും, അല്ലെങ്കിൽ മുട്ടയിടൽ തന്നെ നടക്കില്ല. അവസാനമോ വംശം തന്നെ നശിക്കും. അതുകൊണ്ടാണ് നാച്ചുറൽ ഹെൽപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ചിന്തിക്കണം.